മനുഷ്യൻ വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും അനായാസം സാധിച്ചെടുക്കാൻ ഒരു രഹസ്യ വഴിയുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നടുവൊടിഞ്ഞു നിൽക്കുന്നവരാകട്ടെ, മാറാരോഗങ്ങളുടെ പിടിയിലമർന്ന് ദുരിതമനുഭവിക്കുന്നവരാകട്ടെ, അല്ലെങ്കിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാകട്ടെ, ഏത് വലിയ പ്രശ്നത്തിനും ഇതിലൂടെ നിമിഷനേരം കൊണ്ട് പരിഹാരം കണ്ടെത്താൻ കഴിയും. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന എല്ലാവിധ പ്രതിസന്ധികൾക്കും കൃത്യമായ മരുന്ന് പ്രപഞ്ചനാഥൻ ഭൂമിയിലേക്ക് ഇറക്കിത്തന്നിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ നാം അത് തിരിച്ചറിയാതെ അലയുകയാണ് ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന മഹാന്മാരും പ്രവാചക അനുചരന്മാരും തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ടാൽ ഉടൻ തന്നെ അഭയം പ്രാപിച്ചിരുന്ന ഒരു പ്രത്യേക കേന്ദ്രമുണ്ടായിരുന്നു. ആ വഴി കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകൾക്കും ശാശ്വതമായ അറുതി വരുത്താൻ സാധിക്കും. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ആശങ്കകൾ ഒഴിഞ്ഞുമാറാനും ആഗ്രഹിച്ച കാര്യങ്ങൾ അവിശ്വസനീയമായ വേഗതയിൽ കൈപ്പിടിയിലൊതുക്കാനും സഹായിക്കുന്ന ആ അത്ഭുത രഹസ്യം എന്താണെന്നറിയുമ്പോഴാണ് നാം ഇതുവരെ ജീവിച്ച വഴിയിലെ തെറ്റുകൾ ബോധ്യപ്പെടുക. ആ വലിയ തിരിച്ചറിവിലേക്ക് വിരൽ ചൂണ്ടുന്ന അതിശക്തമായ ആത്മീയ പരിഹാരം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രപഞ്ചനാഥൻ മനുഷ്യകുലത്തിന് ആകെ മാർഗദർശനമായി നൽകിയ പരിശുദ്ധ ഖുർആനിലാണ് ആ വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏതു വലിയ പ്രതിസന്ധിക്കും കൃത്യമായ പരിഹാരം ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്നു. സാമ്പത്തികമായി തകർന്നടിഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് കരകയറാനുള്ള കൃത്യമായ വഴി ഖുർആൻ കാണിച്ചു തരുന്നുണ്ട്. ശരീരത്തെ തളർത്തുന്ന കഠിനമായ രോഗപീഠകൾ കൊണ്ട് വലയുന്നവർക്കും മാനസികമായ സമ്മർദ്ദങ്ങളാൽ വഴിമുട്ടി നിൽക്കുന്നവർക്കുമുള്ള കൃത്യമായ മരുന്ന് ഇതിലുണ്ട്. എന്നാൽ യഥാർത്ഥ സത്യമെന്തെന്നാൽ നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ വചനങ്ങൾ ഹൃദയപൂർവ്വം പാരായണം ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. പ്രപഞ്ചനാഥന്റെ വാക്കുകളെ ആത്മാർത്ഥമായി മുറുകെ പിടിക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങൾക്കും അവിടെ നിന്നുതന്നെ ശാശ്വത പരിഹാരം ലഭിക്കും. പരീക്ഷണങ്ങൾ നിറഞ്ഞ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയവും ആശങ്കകളും ഇല്ലാതാക്കാൻ ഇതിലും വലിയൊരു ഔഷധം വേറെയില്ല. ജീവിതത്തിന്റെ രണ്ടറ്റവും മുട്ടിക്കാൻ പാടുപെടുന്ന സാധാരണക്കാരൻ മുതൽ വലിയ ബിസിനസ് തകർച്ച നേരിടുന്നവർക്ക് വരെ ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഈ ആത്മീയ ചികിത്സയുടെ യഥാർത്ഥ ശക്തി എത്രത്തോളമാണെന്ന് മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മുൻകാല മഹത്തുക്കൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടായാൽ അവർ നേരെ തിരിഞ്ഞിരുന്നത് പരിശുദ്ധ ഖുർആനിലേക്കായിരുന്നു. വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടത്തിലും ഒരു ദിവസം പോലും വിശുദ്ധ വചനങ്ങൾ പാരായണം ചെയ്യാത്തൊരു ദിവസം പോലും പ്രവാചക അനുചരന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. സമാധാനമുള്ള സമയത്തായാലും കടുത്ത പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടത്തിലായാലും അവർ എപ്പോഴും ഈ ദിവ്യഗ്രന്ഥവുമായി ആഴത്തിലുള്ള ബന്ധം നിലനിർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ എന്നും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞു നിന്നു. നമ്മളും ഇതേ വഴി പിന്തുടർന്ന് ഖുർആനെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നമ്മുടെ വീടുകളിലും വലിയ മാറ്റങ്ങൾ പ്രകടമാകും. വിശുദ്ധ വചനങ്ങൾ നിരന്തരം മുഴങ്ങുന്ന വീടുകളിൽ എപ്പോഴും ശാന്തിയും സന്തോഷവും ഐശ്വര്യവും വന്നു നിറയും. അത്തരം വീടുകളിലേക്ക് തിന്മയുടെ ശക്തികൾക്കോ പിശാചിനോ അടുക്കാൻ പോലും സാധിക്കില്ല. വീടുകളിൽ അനാവശ്യമായ കലഹങ്ങളും ദാരിദ്ര്യവും വിട്ടൊഴിയാത്തതിന് പ്രധാന കാരണം നമ്മൾ ഈ ആത്മീയ ചൈതന്യത്തെ അകറ്റി നിർത്തുന്നതുകൊണ്ടാണ്. പ്രവാചക തിരുമേനി നമ്മെ പഠിപ്പിച്ച ഒരു പ്രധാന കാര്യമുണ്ട്. സൂറത്തുൽ ബഖറ പോലുള്ള വലിയ സൂറത്തുകൾ വീടുകളിൽ ഓതിയാൽ അവിടെയുള്ള തിന്മയുടെ ശക്തികൾ ഭയന്നോടുമെന്ന് അവിടുന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ ഇതിനെല്ലാം പുറമെ നമ്മുടെ വലിയൊരു ആഗ്രഹം പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പ്രത്യേകമായി ചെയ്യേണ്ട ഒരു കർമ്മമുണ്ട്. ആ അത്യപൂർവമായ ആത്മീയ കർമ്മം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ വലിയ പ്രയാസങ്ങളൊന്നും സഹിക്കേണ്ടതില്ല. വളരെ ലളിതമായി ചെയ്യാൻ കഴിയുന്ന എന്നാൽ പ്രപഞ്ചത്തെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഫലം നൽകുന്ന ഒന്നാണത്. ഈ കർമ്മം ചെയ്യുന്നതിനായി ആദ്യം തന്നെ നാം ചെയ്യേണ്ടത് ശുദ്ധിയാകുക എന്നതാണ്. മനസ്സിനെയും ശരീരത്തെയും പൂർണ്ണമായി ശുദ്ധീകരിച്ച് വുളു എടുക്കുക. അതിനുശേഷം പരമകാരുണികനായ അള്ളാഹുവിന് വേണ്ടി മാത്രം 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കാൻ തയ്യാറെടുക്കണം. നമ്മുടെ മനസ്സിനെ എല്ലാവിധ ചിന്തകളിൽ നിന്നും മുക്തമാക്കി സ്രഷ്ടാവിലേക്ക് മാത്രം തിരിച്ചുവിടുക. അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നു എന്ന് മനസ്സിൽ ഉറപ്പിച്ചു വേണം നിയ്യത്ത് വെക്കാൻ. തുടർന്ന് അങ്ങേയറ്റത്തെ വിനയത്തോടെയും ഭക്തിയോടെയും നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. ആദ്യ റക്അത്തിൽ പതിവ് പോലെ ഫാത്തിഹ സൂറത്ത് ഓതിയതിനു ശേഷം നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ചെറിയ സൂറത്ത് ഓതുക. ഇതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ റക്അത്തും പൂർത്തിയാക്കണം. നമസ്കാരത്തിന്റെ ഓരോ ചലനങ്ങളിലും പൂർണ്ണമായ ആത്മാർത്ഥതയുണ്ടായിരിക്കണം. ഈ 2 റക്അത്ത് നമസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടിക്കഴിഞ്ഞാലാണ് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ആ പ്രധാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. സലാം വീട്ടിയ ഉടനെ ആ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റു പോകരുത്. നമസ്കാരം
പൂർത്തിയാക്കി സലാം വീട്ടിയ അതേ ഇരുത്തത്തിൽ തന്നെ തുടരുക. മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കി പ്രപഞ്ചനാഥന്റെ അനുഗ്രഹത്തിനായി കാത്തിരിക്കണം. ആ ഇരിപ്പിലാണ് നമ്മുടെ ജീവിതത്തിലെ സകല പ്രയാസങ്ങളും ദൂരീകരിക്കാൻ പോകുന്ന ആ അത്ഭുത സൂറത്ത് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഹൃദ്യവും അതിശക്തവുമായ സൂറത്തു ശർഹാണ് ഇവിടെ നമ്മൾ ഓതേണ്ടത്. ലളിതമായ വരികളാണെങ്കിലും ഇതിൻ്റെ ഉള്ളടക്കവും ആത്മീയ ശക്തിയും വിവരിക്കാൻ കഴിയാത്തത്ര വലുതാണ്. ഓരോ വചനവും ഉരുവിടുമ്പോൾ നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ ഒഴിഞ്ഞുമാറുന്നതായി അനുഭവപ്പെടും. എന്നാൽ ഈ സൂറത്ത് വെറുതെ ഒരു തവണ ഓതി അവസാനിപ്പിച്ചാൽ പോരാ. കൃത്യമായ ഒരു കണക്കനുസരിച്ച് വേണം ഇത് പൂർത്തിയാക്കാൻ. കൃത്യമായി 102 തവണയാണ് സൂറത്തു ശർഹ് ആവർത്തിച്ച് പാരായണം ചെയ്യേണ്ടത്. കേൾക്കുമ്പോൾ വലിയൊരു സംഖ്യയായി തോന്നാമെങ്കിലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഏറെ എളുപ്പത്തിൽ ഓതിത്തീർക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ സൂറത്താണിത്. ഓരോ തവണ ഓതുമ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ സ്രഷ്ടാവ് കേൾക്കുന്നുണ്ടെന്ന ഉറച്ച വിശ്വാസം മനസ്സിലുണ്ടാകണം. ഈ ആവർത്തനം വെറുമൊരു എണ്ണമല്ല, മറിച്ച് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാനുള്ള ആത്മീയ താക്കോലാണ്. 102 തവണയും പൂർണ്ണമായ ശ്രദ്ധയോടെ ഓതിക്കഴിയുന്നതോടെ പ്രകൃതിയിൽ പോലും ചില മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. 102 തവണ ഈ പവിത്രമായ സൂറത്ത് ഓതിക്കഴിയുന്നതോടെ നമ്മുടെ ആത്മാവിന് ലഭിക്കുന്ന ഒരു ശാന്തതയുണ്ട്. അതിനുശേഷം 2 കൈകളും പ്രപഞ്ചനാഥന്റെ മുൻപിലേക്ക് അങ്ങേയറ്റത്തെ വിനയത്തോടെ ഉയർത്തുക. കണ്ണുകളിൽ നിന്നൊഴുകുന്ന കണ്ണീരോടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഈയൊരു പ്രത്യേക സമയത്ത് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും തള്ളപ്പെടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു വെച്ചിരുന്ന വലിയ ആഗ്രഹങ്ങൾ വരെ വളരെ പെട്ടെന്ന് സാധ്യമാകാൻ ഈ അത്ഭുത സൂറത്ത് കാരണമായി മാറും. നമ്മുടെ മുന്നിലുള്ള അടഞ്ഞ വഴികളെല്ലാം ഒന്നൊന്നായി തുറക്കപ്പെടുന്നത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. കടുത്ത കടബാധ്യതകൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ടവർക്കും കുടുംബത്തിൽ എന്നും അശാന്തി മാത്രം അനുഭവിക്കുന്നവർക്കും ഈ ആത്മീയ കർമ്മം ഒരു വലിയ വെളിച്ചമായി മാറും. പ്രപഞ്ചനാഥൻ തന്റെ അടിമകളുടെ വിളി കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിമിഷങ്ങളാണിവ. വിട്ടുമാറാത്ത രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ശിഫ ലഭിക്കാനും തൊഴിലില്ലാതെ അലയുന്നവർക്ക് നല്ലൊരു വരുമാനമാർഗം തുറന്നുകിട്ടാനും ഇതിലും മികച്ചൊരു വഴി വേറെയില്ല. നിരാശയുടെ ഇരുട്ടിൽ നിൽക്കുന്ന മനുഷ്യന് പ്രത്യാശയുടെ പുതിയൊരു പുലരി സമ്മാനിക്കാൻ ഈ ഒരു ചെറിയ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് സാധിക്കും. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുമ്പോൾ പലരും തളർന്നു പോകാറുണ്ട്. എന്തു ചെയ്യണം, ഏതു വഴിക്ക് നീങ്ങണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന അത്തരം ഘട്ടങ്ങളിലാണ് നാം ഈ വലിയ ആത്മീയ രഹസ്യത്തെ കൂട്ടുപിടിക്കേണ്ടത്. പ്രപഞ്ചനാഥന്റെ അനുഗ്രഹത്താൽ നമ്മുടെ സകല മുറാദുകളും സഫലീകരിക്കാൻ ഈ ചെറിയ സൂറത്തിന്റെ പതിവായ പാരായണം കൊണ്ട് സാധിക്കും. പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് വീണുപോയ എത്രയോ മനുഷ്യർ ഈ ഒരു വഴിയിലൂടെ വന്ന് വലിയ വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ് അല്ലാഹു. നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എത്രത്തോളം വലുതാണോ അത്രത്തോളം ആത്മാർത്ഥതയോടെ വേണം നമ്മൾ 2 കൈകളും ഉയർത്താൻ. ഈ അതിശക്തമായ സൂറത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ ഒരിക്കലും പരിഹരിക്കപ്പെടില്ല എന്ന് കരുതിയ പല കുടുംബ പ്രശ്നങ്ങളും നിഷ്പ്രയാസം ഇല്ലാതാകും. മനസ്സിന് എന്നും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു വലിയ കാവലായി ഈ കർമ്മം നമ്മുടെ കൂടെയുണ്ടാകും. വരും തലമുറകൾക്ക് കൂടി പകർന്നു നൽകേണ്ട വലിയൊരു ആത്മീയ പാഠമാണിത്. ഈ അത്ഭുത സൂറത്തിന്റെ പിന്നിലെ ആഴത്തിലുള്ള അർത്ഥവും അതിന്റെ ശക്തിയും ഇനിയും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാവിൻ തുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് സൂറത്തു ശർഹ്. ഇതിന്റെ ഓരോ വചനങ്ങളും മനുഷ്യന്റെ ആത്മവിശ്വാസത്തെ ഇരട്ടിയാക്കുന്നവയാണ്. പ്രയാസങ്ങളുണ്ടാകുമ്പോൾ കൂടെ തന്നെ എളുപ്പവുമുണ്ടാകും എന്ന വലിയൊരു പ്രപഞ്ച സത്യമാണ് ഈ സൂറത്തിലൂടെ സ്രഷ്ടാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിൽ കടുത്ത നിരാശ അനുഭവപ്പെടുന്ന നിമിഷങ്ങളിൽ ഈ വചനങ്ങൾ നൽകുന്ന ആശ്വാസം ചെറുതല്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് ഒരിക്കലും ഒരു അറുതിയുണ്ടാകില്ലെന്ന്. എന്നാൽ പ്രപഞ്ചനാഥന്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കപ്പെടില്ല. നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ ചെറിയ ബുദ്ധിമുട്ടിന് പിന്നിലും വലിയൊരു അനുഗ്രഹം മറഞ്ഞിരിപ്പുണ്ട്. ഈ സത്യം തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ പല പരാജയങ്ങൾക്കും കാരണം. 102 തവണ ഈ സൂറത്ത് ഓതി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ പേടിയും ആകുലതകളും മാറി അവിടെ വലിയൊരു ആത്മധൈര്യം വന്ന് നിറയും. ലൗകിക ജീവിതത്തിലെ സകല പരീക്ഷണങ്ങളെയും പുഞ്ചിരിയോടെ നേരിടാൻ ഈ ആത്മീയ കർമ്മം നമ്മെ പ്രാപ്തരാക്കും. കടങ്ങൾ വീട്ടാൻ വഴിയില്ലാതെ നെട്ടോട്ടമോടുന്നവർക്കും മക്കളുടെ ഭാവിയോർത്ത് ആശങ്കപ്പെടുന്ന മാതാപിതാക്കൾക്കും ഈ വചനങ്ങൾ നൽകുന്ന പോസിറ്റീവ് എനർജി വളരെ വലുതാണ്. ഇതിന്റെ യഥാർത്ഥ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകാൻ അധികം സമയം കാത്തിരിക്കേണ്ടി വരില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും ബർക്കത്തും കടന്നുവരുന്നതിന് ചില ആത്മീയ നിയമങ്ങളുണ്ട്.
ആ നിയമങ്ങൾ കൃത്യമായി പാലിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് അതിവേഗം ഫലം ലഭിക്കുന്നത്. 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിന് ശേഷം 102 തവണ ഈ സൂറത്ത് ഓതിക്കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷം പോലും അനുകൂലമായി മാറാൻ തുടങ്ങും. ബിസിനസ്സിൽ തുടർച്ചയായി നഷ്ടം നേരിടുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ തുറക്കപ്പെടും. ജോലിസ്ഥലത്ത് കടുത്ത മത്സരങ്ങളും ശത്രുതയും നേരിടുന്നവർക്ക് അവിടെ വലിയ ആശ്വാസവും അംഗീകാരവും ലഭിക്കും. മനുഷ്യർ എത്രയൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും പ്രപഞ്ചനാഥൻ ഒരു വഴി തുറക്കാൻ തീരുമാനിച്ചാൽ അത് തടയാൻ ആർക്കും സാധിക്കില്ല. വിട്ടൊഴിയാത്ത കടങ്ങൾ കാരണം ജപ്തി ഭീഷണിയിൽ നിൽക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഈയൊരു ആത്മീയ വഴിയിലൂടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ഒരേയൊരു കാര്യം മാത്രമാണ്: പൂർണ്ണമായ സമർപ്പണവും അചഞ്ചലമായ വിശ്വാസവും. നമ്മെ സൃഷ്ടിച്ച തമ്പുരാൻ നമ്മെ കൈവിടില്ലെന്ന ആ ഉറച്ച ബോധത്തോടെ ഈ കർമ്മം ചെയ്താൽ ജീവിതത്തിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും. ആ മാറ്റങ്ങളുടെ തുടക്കം എങ്ങനെയായിരിക്കുമെന്ന് അടുത്തതായി നാം തിരിച്ചറിയണം. ഈ വലിയ ആത്മീയ കർമ്മം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തുടങ്ങുന്നതോടെ ആദ്യമുണ്ടാകുന്നത് മനസ്സിന്റെ മാറ്റമാണ്. ഇതുവരെ നമ്മെ അലട്ടിയിരുന്ന അനാവശ്യമായ ഭയവും ആശങ്കകളും പമ്പകടക്കും. രാത്രികളിൽ സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കും. കുടുംബാംഗങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങളും വഴക്കുകളും മാറി അവിടെ സ്നേഹവും പരസ്പര വിശ്വാസവും വന്നു നിറയും. നമ്മുടെ വരുമാനത്തിൽ വലിയ തോതിലുള്ള ബർക്കത്ത് പ്രകടമാകാൻ തുടങ്ങും. അധികം പണമില്ലെങ്കിൽ പോലും ഉള്ളതുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകും. ആവശ്യ സമയങ്ങളിൽ അപ്രതീക്ഷിത കോണുകളിൽ നിന്ന് സഹായങ്ങൾ വന്നെത്തും. കടം തന്നവർ പോലും നമുക്ക് സമയം നീട്ടിത്തരുന്ന അത്ഭുതകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. രോഗബാധിതരായവരുടെ ശരീരത്തിൽ മരുന്നുകൾ കൃത്യമായി ഫലിക്കാൻ തുടങ്ങുകയും അവർ പെട്ടെന്ന് രോഗമുക്തി നേടുകയും ചെയ്യും. ചുറ്റുമുള്ളവർ നമ്മെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നോക്കിക്കാണുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. പ്രപഞ്ചനാഥന്റെ പ്രത്യേകമായൊരു കാവൽ എപ്പോഴും നമുക്ക് ചുറ്റുമുള്ളതുപോലെ അനുഭവപ്പെടും. ഇത്തരത്തിൽ ജീവിതം വലിയൊരു പോസിറ്റീവ് ദിശയിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ കൃതജ്ഞതയുള്ളവരായി മാറണം. ഈ ആത്മീയ പ്രക്രിയയുടെ അടുത്ത ഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ഈ അത്ഭുതകരമായ ആത്മീയ കർമ്മം ചെയ്യുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. വെറുതെ നാടകം കളിക്കുന്നത് പോലെ എണ്ണയൊപ്പിച്ചു തീർക്കുകയല്ല ഇവിടെ വേണ്ടത്. നമ്മുടെ ശരീരവും വസ്ത്രവും നാം ഇരിക്കുന്ന സ്ഥലവും ഒരുപോലെ വൃത്തിയുള്ളതായിരിക്കണം. അതിലുപരിയായി നമ്മുടെ മനസ്സിൽ ആരോടും ഒരു വിധത്തിലുള്ള പകയോ വിദ്വേഷമോ അസൂയയോ ഉണ്ടാകരുത്. മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയും പ്രപഞ്ചനാഥന്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടില്ല. നമ്മളാൽ കഴിയുന്നത്ര ദാനധർമ്മങ്ങൾ ചെയ്യാനും ഈ സമയങ്ങളിൽ ശ്രദ്ധിക്കണം. ഒരു പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ഉത്തരം കിട്ടാൻ കാരണമാകും. മാതാപിതാക്കളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും കൂടെയുണ്ടെങ്കിൽ ഈ കർമ്മത്തിന്റെ ഫലം ഇരട്ടിയാകും. ജീവിതത്തിൽ എത്ര വലിയ ഉയരങ്ങൾ കീഴടക്കിയാലും ഈയൊരു ആത്മീയ പാതയിൽ നിന്നും നാം വ്യതിചലിക്കരുത്. കാരണം ഈ വഴിയിലൂടെ ലഭിക്കുന്ന സമാധാനം ലോകത്തിലെ മറ്റൊരു സമ്പത്തുണ്ടാക്കിയാലും നമുക്ക് ലഭിക്കില്ല. കഠിനമായ പരീക്ഷണ ഘട്ടങ്ങളിലും ഈ പവിത്രമായ സൂറത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോയവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. ഇതിന്റെ ആഴത്തിലുള്ള അർത്ഥവും അതിന്റെ പ്രായോഗിക വശങ്ങളും നാം ഇനിയും കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തു ശർഹ് എന്ന ഈ കുഞ്ഞു സൂറത്തിന്റെ ശക്തി അത്ഭുതകരമാണ്. ഇതിന്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ പ്രപഞ്ചനാഥൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ വലിയൊരു ആശ്വാസമാണ് നമുക്ക് കാണാൻ കഴിയുക. അവിടുത്തെ മനസ്സിന് വലിയൊരു ആശ്വാസവും ഉന്മേഷവും നൽകാനാണ് ഈ സൂറത്ത് ഇറക്കപ്പെട്ടത്. വിഷമഘട്ടങ്ങളിൽ തളർന്നു പോകുന്ന മനുഷ്യർക്ക് ഇതൊരു വലിയ ഊർജമാണ്. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എത്ര വലുതാണെങ്കിലും അതിൻ്റെ ഇരട്ടി മടങ്ങായിരിക്കും പിന്നീട് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്ന് ഈ വചനങ്ങൾ നമ്മെ ഉറപ്പിച്ചു പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോൾ നാം ഇനി കണ്ണീരൊഴുക്കേണ്ടതില്ല, മറിച്ച് ഈ അത്ഭുത വചനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. 102 തവണ പൂർണ്ണമായ വിശ്വാസത്തോടെ ഇത് ഓതിക്കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെല്ലാം പൂർണ്ണമായി ഇല്ലാതാകും. വലിയൊരു പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് അനുഭവപ്പെടും. കഠിനമായ രോഗങ്ങൾ കാരണം ജീവിതം തന്നെ മടുത്തവർക്ക് ഈ ആത്മീയ ചികിത്സ ഒരു വലിയ ആശ്വാസമായി മാറും. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ പോകുന്ന ഈ ആത്മീയ വഴി എങ്ങനെയാണ് സ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അടുത്തതായി നാം മനസ്സിലാക്കണം. ജീവിതത്തിൽ സ്ഥിരത നിലനിർത്തുക എന്നതാണ് ഏതൊരു ആത്മീയ കർമ്മത്തിൻ്റെയും വലിയ വിജയം. ഇന്ന് ഒരു ദിവസം ചെയ്തു, നാളെ അത് ഉപേക്ഷിച്ചു എന്ന രീതിയിലാകരുത് നമ്മുടെ സമീപനം. നമ്മുടെ ദിനചര്യകളുടെ ഭാഗമായി ഈ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരവും 102 തവണയുള്ള സൂറത്തു ശർഹ് പാരായണവും മാറ്റിയെടുക്കണം. ദിവസവും കൃത്യമായ ഒരു സമയം ഇതിനായി കണ്ടെത്താൻ സാധിച്ചാൽ അത് വളരെ ഉത്തമമാണ്.
പുലർച്ചെ സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള സമയമോ അല്ലെങ്കിൽ രാത്രി എല്ലാവരും ഉറങ്ങുന്ന ശാന്തമായ സമയമോ ഇതിനായി തിരഞ്ഞെടുക്കാം. ശബ്ദകോലാഹലങ്ങളില്ലാത്ത ശാന്തമായ അന്തരീക്ഷത്തിലിരുന്ന് ഈ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ഏകാഗ്രത വളരെ കൂടുതലായിരിക്കും. നമ്മുടെ ഓരോ ശ്വാസത്തിലും ഈ വിശുദ്ധ വചനങ്ങളുടെ ചൈതന്യം നിറയണം. കഠിനമായ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അക്ഷമരാകാതെ ഈ ആത്മീയ പരിചയെ കൂട്ടുപിടിച്ച് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം. നമ്മെ സ്നേഹിക്കുന്ന പ്രപഞ്ചനാഥൻ നമുക്കൊപ്പമുണ്ടെന്ന വലിയൊരു ആത്മവിശ്വാസമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. ഈ വഴിയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അടുത്ത അത്ഭുതം എന്താണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ വലിയ ആത്മീയ കർമ്മം ജീവിതത്തിൽ പതിവാക്കുന്നതോടെ നമ്മുടെ സമ്പാദ്യത്തിലും ഉപജീവന മാർഗങ്ങളിലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പുരോഗതി ദൃശ്യമാകും. കടം വാങ്ങി വീർപ്പുമുട്ടിയിരുന്ന പലർക്കും അത് പൂർണ്ണമായി വീട്ടാനുള്ള പുതിയ വരുമാന സ്രോതസ്സുകൾ അപ്രതീക്ഷിതമായി തുറക്കപ്പെടും. കഠിനാധ്വാനം ചെയ്തിട്ടും യാതൊരുവിധ ഫലവും ലഭിക്കാതെ നിരാശരായിരുന്ന കച്ചവടക്കാർക്ക് അവരുടെ ബിസിനസ്സിൽ വലിയ ലാഭം കൊയ്യാൻ സാധിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പളവർദ്ധനവും ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ തനിയെ ഒത്തുവരും. പണം ഒന്നിനും തികയുന്നില്ല എന്ന സ്ഥിരമായ പരാതി മാറി ഉള്ളതുകൊണ്ട് വലിയ രീതിയിൽ ബർക്കത്തുണ്ടാക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. നമ്മുടെ കൈകളിൽ വന്നു ചേരുന്ന ഓരോ പൈസയിലും വലിയൊരു ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കും. അനാവശ്യമായ ആശുപത്രി ചിലവുകളോ അല്ലെങ്കിൽ മറ്റ് ധനനഷ്ടങ്ങളോ ഉണ്ടാകാതെ ഈ കർമ്മം നമ്മെ വലിയൊരു കോട്ട പോലെ സംരക്ഷിക്കും. ലൗകിക ജീവിതത്തിലെ സാമ്പത്തിക ഭദ്രത മാത്രമല്ല, പരലോക ജീവിതത്തിലേക്ക് ആവശ്യമായ വലിയൊരു പുണ്യസമ്പാദ്യം കൂടിയാണ് ഇതിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. ജീവിതത്തിലെ ഈ വലിയ മാറ്റങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്താണെന്ന് അവസാനമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ജീവിതത്തിന്റെ സകല മേഖലകളിലും വലിയൊരു ആത്മീയ വെളിച്ചം പടർത്താൻ ഈ ഒരു ചെറിയ കർമ്മം കൊണ്ട് സാധിക്കും. കടുത്ത നിരാശയിലും പരാജയഭീതിയിലും കഴിഞ്ഞുകൂടിയിരുന്ന എത്രയോ മനുഷ്യരാണ് ഈ അത്ഭുത സൂറത്തിന്റെ ശക്തിയിലൂടെ ഇന്ന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര വലുതാണെങ്കിലും അത് സാധിച്ചു തരാൻ പ്രപഞ്ചനാഥന് നിമിഷനേരം പോലും ആവശ്യമില്ല. കേവലം 2 റക്അത്ത് സുന്നത്ത് നമസ്കാരവും 102 തവണ ഹൃദയപൂർവ്വമുള്ള സൂറത്തു ശർഹ് പാരായണവും നമ്മുടെ ജീവിതത്തെ തന്നെ പൂർണ്ണമായി മാറ്റിമറിക്കും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഒന്നുമായില്ലല്ലോ എന്ന് കരുതി നിരാശപ്പെട്ടിരിക്കുന്ന ആ വലിയ ആഗ്രഹം എന്താണ്? ആ കടുത്ത പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ഈ ഒരു ശക്തമായ ആത്മീയ വഴി ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇതുപോലെയുള്ള അത്ഭുതകരമായ ആത്മീയ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ആ വലിയ ആശങ്കകളും പ്രാർത്ഥനകളും താഴെയുള്ള കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ കൂടി നിങ്ങൾക്ക് ഒരു വലിയ തണലായി മാറട്ടെ.